ഏവർക്കും മറ്റൊരു ഫയർബേസ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മുടെ എപ്പിസോഡിൻ്റെ ഇന്നത്തെ പാർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഐറ്റത്തിലും ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് കസ്റ്റമായിക്കാണ്ട് നമുക്ക് ഓരോ മെസ്സേജോ അല്ലെങ്കിൽ ടോസ്റ്റോ അല്ലെങ്കിൽ ഇമേജ് ഡിലീറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ മെസ്സേജ് നമ്മൾ അതിനാവശ്യമായ ക്ലിക്ക് ലിസണർ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മളുടെ പ്രൊജക്ട് ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമേജ് അഡാപ്റ്റർ ഡോട്ട് ജാവ ഫയലാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഇൻ്റർഫേസ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായി പബ്ലിക് ഇൻ്റർഫേസ് അതിന് ഞാൻ ഓൺ ഐറ്റം ക്ലിക്ക് ലിസണർ എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് ഫ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ അയക്കാണ്ട് വോയിഡ് ഓൺ ഐറ്റം ക്ലിക്ക് എന്നിങ്ങനെ കൊടുക്കുന്നു. അതിനുള്ളിൽ ഇൻഡ് പൊസിഷൻ എന്നും കൊടുത്തു. അതുപോലെ നമുക്കൊരു രണ്ടെണ്ണം കൂടി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ 3 ക്ലിക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്ന് നോർമൽ ക്ലിക്ക്, ഒന്ന് വാട്ട് എവർ നൽകണം നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ളത്. ഇത് ഞാൻ ഓൺ വാട്ട് എവർ ക്ലിക്ക് എന്ന് കൊടുക്കുന്നു. ഇത് ഓൺ ഡിലീറ്റ് ക്ലിക്ക് എന്നിങ്ങനെയും കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു സെറ്റ് ഓൺ ഐറ്റം ക്ലിക്ക് ലിസണർ ആണ്. അതിനായി പബ്ലിക് വോയിഡ് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്നിങ്ങനെ കൊടുക്കുന്നു. അതിനുള്ളിലായിട്ട് ഓൺ ബ്രാക്കറ്റിനുള്ളിലായിട്ട് ഓൺ ഐറ്റം ക്ലിക്ക് ലിസണർ, അതിൻ്റെ പാക്കേജ് നെയിം നമ്മളുടെ ആപ്പിൻ്റെ പാക്കേജ് നെയിം ആവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി ഒരു ലിസണർ എന്ന പേര് ഞാൻ കൊടുക്കുന്നു. ഇനി നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഓൺ ഐറ്റം ക്ലിക്ക് ലിസണർ, അതിൻ്റെ പാക്കേജും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പാക്കേജ് തന്നെയാണ്. അതിന് ഞാൻ ലിസണർ എന്ന് പേര് നൽകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്കൊരു ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ലിസണർ ഈക്വൽ ടു ലിസണർ എന്നിങ്ങനെ കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഇമേജ് വ്യൂ ഹോൾഡറിൻ്റെ, അതായത് ഇമേജ് ഹോൾഡറിൻ്റെ കൺസ്ട്രക്ടറിൽ പോയിട്ട് ഐറ്റം വ്യൂവിന് ഓരോ ക്ലിക്ക് ലിസണർ ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം വ്യൂ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ളിടത്ത് ദിസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മെത്തേഡ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനായി ഇംപ്ലിമെൻറ്റ്സ് ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റിലുള്ള മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അത് ചെയ്തിട്ട് അതിനുള്ളിലായിക്കാണ്ട് നമുക്ക് നമ്മുടെ പൊസിഷൻ കറക്റ്റായി കിട്ടിക്കണോ എന്ന് നോക്കണം. അതിനായി ഇഫ് ലിസണർ നോട്ട് ഈക്വൽ ടു നൾ എന്നിങ്ങനെ കൊടുക്കുക. അതായത് അതിൻ്റെ പൊസിഷൻ കറക്റ്റായി കിട്ടിയിരിക്കണമെന്ന്. ഇനി മറ്റൊരു ഇഫ് ക്ലോസ് ഇനി ഇൻഡ് പൊസിഷൻ ഈക്വൽ ടു ഗെറ്റ് അഡാപ്റ്റർ പൊസിഷൻ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തതിൻ്റെ ഐറ്റത്തിൻ്റെ പൊസിഷൻ നമുക്ക് ഈ പൊസിഷൻ എന്ന വേരിയബിളിലേക്ക് നമ്മൾ എടുത്തു. എന്നിട്ട് ഇഫ് പൊസിഷൻ നോട്ട് ഈക്വൽ ടു നൾ റീസൈക്ലർ വ്യൂ ഡോട്ട് നോ പൊസിഷൻ, അത് പൊസിഷൻ കറക്റ്റ് കിട്ടിക്കണം എന്ന് തന്നെയാണ് ഇതിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ലിസണർ ഡോട്ട് ഓൺ ഐറ്റം ക്ലിക്ക് എന്നുള്ള മെത്തേഡാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓൺ ഐറ്റം ക്ലിക്ക്, അത് ആ ബ്രാക്കറ്റിനുള്ളിലായിട്ട് പൊസിഷൻ എന്ന് പറയുന്നത് കൊടുക്കുക. അപ്പോൾ നമ്മളത് അഥവാ എല്ലാ കറക്റ്റ് പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് കോൾ ചെയ്യും. ഓൺ ഐറ്റം ക്ലിക്ക് എന്ന മെത്തേഡ് നമ്മൾ കോൾ ചെയ്യും. ഇനി നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് മെനു ആണ് ആവശ്യം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മെനു ആയിക്കാണ്ട് അത് വരണം. അതിനായി നമ്മളിവിടെ ഐറ്റം വ്യൂ ഡോട്ട് സെറ്റ് ഓൺ ക്രിയേറ്റ് കണ്ടക്സ്റ്റ് മെനു ലിസണർ എന്നുള്ളത് കൊടുക്കുക. ബാക്കിനുള്ളിൽ ദിസ് എന്ന് കൊടുക്കുക. ഇതിൻ്റെ മെത്തേഡ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനായി മെത്തേഡ് ഞാൻ അടുത്ത ലൈനിലായിട്ട് ഓൺ ക്രിയേറ്റ് കണ്ടക്സ്റ്റ് മെനു ലിസണർ എന്നിങ്ങനെ കൊടുക്കുന്നു. അതിൻ്റെ മെത്തേഡ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൺ ക്രിയേറ്റ് കണ്ടക്സ്റ്റ് മെനു ലിസണർ എന്നിങ്ങനെ കാണാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ളിലേക്ക് നമ്മളുടെ ഓരോ ഐറ്റംസ് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അപ്പോൾ നമ്മൾക്കൊരു മെനു ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മെനുവിന് ആദ്യമായി നമുക്കിവിടെ കണ്ടക്സ്റ്റ് മെനു എന്ന പാരാമീറ്റർ കാണാം.
ആ പാരാമീറ്റർ ഉപയോഗിച്ച് മെനു ഡോട്ട് സെറ്റ് ഹെഡർ ടൈറ്റിൽ എന്നിങ്ങനെ കൊടുത്തിട്ട് സെലക്ട് ആക്ഷൻ എന്നിങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനുള്ള ഓരോ ഐറ്റം നമുക്ക് കൊടുക്കാം. മെനു ഐറ്റം, അതിന് പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡു വാട്ട് എവർ എന്നാണ് കൊടുക്കുന്നത്. മറ്റേത് ഓൺ ഐറ്റം ക്ലിക്ക് എന്നുള്ളത് സാധാരണ നോർമൽ ക്ലിക്കാണ്. കാരണം ഇത് നമ്മൾ ലോങ് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഇൻവോക്ക് ആവുക. അതിനായി ഈക്വൽ ടു മെനു ഡോട്ട് ആഡ് കൊടുത്തിട്ട് ബ്രാക്കറ്റിനുള്ളിലായിട്ട് മെനു ഡോട്ട് നൺ, അതായത് അതിൻ്റെ 0 ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കോമ 1, അതായത് അതിൻ്റെ ID, കോമ ഓർഡർ എന്നിങ്ങനെ കൊടുത്തിട്ട് ഒരു കോമേറ്റിൻ്റെ കോമൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൊടുക്കുക. അത് ഞാൻ ഡു വാട്ട് എവർ എന്നിങ്ങനെ കൊടുത്തു. അതുപോലെ മറ്റൊരു മെനു ഐറ്റം കൂടി നമുക്ക് വേണം. ഡു വാട്ട് എവർ എന്നുള്ളിടത്ത് ഡിലീറ്റ് എന്നിങ്ങനെ കൊടുത്തു. ഇവിടെ ഡിലീറ്റ് എന്നാക്കി അതിൻ്റെ ഐറ്റം ID 2 എന്നും ഓർഡർ എന്നുള്ളതും 2 ആക്കി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഡു വാട്ട് എവർ ഡോട്ട് സെറ്റ് ഓൺ മെനു ഐറ്റം ക്ലിക്ക് ലിസണർ എന്നുള്ളടത്തെടുത്തിട്ട് ദിസ് എന്ന് കൊടുക്കുക. അതുപോലെ ഡിലീറ്റ് ഡോട്ട് സെറ്റ് ഓൺ മെനു ഐറ്റം ക്ലിക്ക് ലിസണർ എന്നുള്ളടത്തും ദിസ് എന്ന് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മളുടെ ഇവിടെ വീണ്ടും ഒരു കോമ ഇട്ടിട്ട് ഓൺ മെനു ഐറ്റം ക്ലിക്ക് ലിസണർ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ഈ ഒരു ഇഫ് ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ നമ്മുടെ പൊസിഷൻ കറക്റ്റായി കിട്ടിക്കണമെന്ന് നോക്കിയല്ലോ. ആ ഐറ്റം കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവസാനമുള്ള ലിസണർ ഡോട്ട് ഓൺ ഐറ്റം ക്ലിക്ക് എന്നുള്ളത് ഒഴിവാക്കുക. അത് നമുക്ക് അവിടെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കുന്നു. എന്നിട്ട് നമുക്ക് അവിടെ സ്വിച്ച് എന്ന് കൊടുക്കാം. സ്വിച്ച് മെത്തേഡ് ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഐറ്റം ഡോട്ട് ഗെറ്റ് ഐറ്റം ID എന്നിങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഫ്രേസ് ഓപ്പൺ ചെയ്തിട്ട് കേസ് 1 എന്നിങ്ങനെ കൊടുത്തിട്ട് ലിസണർ ഡോട്ട് ഓൺ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏതാണിപ്പോൾ കേസ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കേസ് 1 എന്ന് കൊടുത്തിട്ട് അതായത് ഈ ID ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് വാട്ട് എവർ ആണ്. അപ്പോൾ ഓൺ വാട്ട് എവർ ക്ലിക്കാണ്. ഓൺ വാട്ട് എവർ ക്ലിക്ക് എന്നുള്ളത് നമ്മൾ കോൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിലായിക്കാണ്ട് അതിൻ്റെ പൊസിഷൻ പാസ് ചെയ്യുക. അപ്പോൾ കേസ് 1 ആയി. എന്നിട്ട് റിട്ടേൺ ട്രൂ എന്നിങ്ങനെ കൊടുത്ത് സെമിക്കോളൻ ഇടുക. അതുപോലെ കേസ് 2 നമുക്ക് വേണം. കേസ് 2 ഓൺ വാട്ടർ ക്ലിക്ക് എന്നുള്ളിടത്ത് ഓൺ ഡിലീറ്റ് ക്ലിക്ക് എന്നിങ്ങനെ കൊടുക്കുക. റിട്ടേൺ ട്രൂ. ഇതോടെ നമ്മളുടെ അഡാപ്റ്റർ ക്ലാസ്സിലുള്ള ഇമേജ് അഡാപ്റ്ററുള്ള കോഡിങ് കഴിയും. ഇനി നമുക്ക് ഇമേജ് ആക്ടിവിറ്റി എടുക്കാം. അതിന് നമ്മളിവിടെ റീസൈക്ലർ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ ഇമേജ് അഡാപ്റ്റർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇമേജ് അഡാപ്റ്റർ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ളിടത്ത് ഇങ്ങനെ ദിസ് എന്ന് കൊടുക്കുക. കണ്ടക്സ്റ്റ് പാസ് ചെയ്യുക. ഇമേജ് ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്നിങ്ങനെ കൊടുക്കുക. നമുക്ക് ഈ മെത്തേഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനായി നമ്മുടെ പബ്ലിക് ക്ലാസ് ഇമേജ് ആക്ടിവിറ്റി എക്സ്റ്റെൻസ് ആപ്പ് കോമ്പാക്ടിവിറ്റി എന്നുള്ളിടത്ത് ഇംപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഓൺ ഐറ്റം ക്ലിക്ക് ലിസണർ കൊടുക്കുക. അതിൻ്റെയും പാക്കേജ് നെയിം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പാക്കേജ് നെയിം ആവാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 ഉണ്ടാവും. ഓൺ ഐറ്റം ക്ലിക്ക്, ഓൺ വാട്ട് എവർ ക്ലിക്ക്, ഓൺ ഡിലീറ്റ് ക്ലിക്ക്. അത് നമ്മുടെ ഇൻ്റർഫേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ജസ്റ്റ് ടോസ്റ്റ് ആണ് കൊടുക്കുന്നത്. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ്. ടോസ്റ്റിന് നമ്മളിപ്പോൾ ഇവിടെ ടോസ്റ്റിൻ്റെ ചെയ്യുമ്പോൾ 2 കാണാം. അപ്പോൾ ആൻഡ്രോയിഡ് വിഡ്ജറ്റ് ഡോട്ട് വിഡ്ജറ്റ് ഉണ്ട്. ആൻഡ്രോയിഡ് ക്രിയേറ്റ് ന്യൂ ടോസ്റ്റ് എന്നില്ല. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൊത്തത്തിലായിട്ട് ഇങ്ങനെ വരും. നമുക്കിവിടെ ടെക്സ്റ്റിനോടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. നോർമൽ ക്ലിക്ക് അറ്റ് പൊസിഷൻ ഒരു ഇൻവേർട്ട് കോമയ്ക്ക് അപ്പുറം പേര് പ്ലസ്റ്റിനായിട്ടിട്ട് പൊസിഷൻ എന്നിങ്ങനെ കൊടുക്കുക. അത് മൊത്തത്തിലായി കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ നോർമൽ ക്ലിക്ക് എന്നുള്ളിടത്ത് വാട്ടർ ക്ലിക്കാണ് രണ്ടാമത്തെ, വാട്ടർ ക്ലിക്ക് എന്നും ഡിലീറ്റ് ക്ലിക്ക് എന്നുള്ളിടത്ത് ഡിലീറ്റ് ക്ലിക്ക് എന്നും അങ്ങനെയും കൊടുക്കുക. ഇതോടെ നമ്മളുടെ കോഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഷോ അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഒരു മിപ്പ് മാപ്പായി വന്നിട്ടുണ്ട്. നമ്മളെ ഇമേജ് ലോഡായിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോർമൽ ക്ലിക്ക് അറ്റ് പൊസിഷൻ 0 എന്ന് കാണിച്ചു. അറ്റ് പൊസിഷൻ അറ്റ് 1, പൊസിഷൻ അറ്റ് 3. നമുക്ക് ലോങ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സെലക്ട് ആക്ഷൻ, ഡു വാട്ട് എവർ, ഡിലീറ്റ് എന്നിങ്ങനെ 2 മെത്തേഡ് വരും. അപ്പോൾ ഡു വാട്ട് എവർ ക്ലിക്ക് ചെയ്തു. വാട്ട് എവർ ക്ലിക്ക് അറ്റ് പൊസിഷൻ 3 എന്നിങ്ങനെ കണ്ടു. 0 1 2 3. ഇനി നമുക്ക് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് ക്ലിക്ക് അറ്റ് പൊസിഷൻ 0. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ എങ്ങനെ ആ ഇമേജ് നമ്മളുടെ സ്റ്റോറേജിൽ നിന്നും ഡാറ്റാബേസിൽ നിന്നും എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് അടുത്ത എപ്പിസോഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷനുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.